വനിതാ ലോകകപ്പിൽ ഒരു ചരിത്ര നിമിഷമാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ വീഴ്ത്തി ആതിഥേയരായ ഇന്ത്യ ഫൈനലിൽ എത്തിയിരിക്കുന്നു. ഓസ്ട്രേലിയ ഉയർത്തിയ 338 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം ജമീമ റോഡ്രിഗസിന്റെ അപരാജിത സെഞ്ചുറിയുടെയും ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെ അർദ്ധ സെഞ്ചുറിയുടെയും കരുത്തിൽ ഇന്ത്യ മറികടന്നു. 48.3 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യയുടെ ഈ തകർപ്പൻ ജയം. 127 റൺസുമായി ജമീമ പുറത്താകാതെ നിന്നപ്പോൾ അമൻജോത് കൗർ 5 റൺസുമായി വിജയത്തിൽ ജമീമയ്ക്ക് കൂട്ടായി. ലല്ലു ചേർന്നു. ലല്ലു, ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ ഒരു നിമിഷം, ഏറ്റവും ആധികാരിക ജയം. ഒരുപക്ഷെ ലീഗ് ഘട്ടത്തിൽ 3 വിക്കറ്റിന് തകർത്തുവിട്ട ഓസ്ട്രേലിയക്ക് ഇതിലും നല്ലൊരു മറുപടി ഇനി ഇന്ത്യക്ക് നൽകാനുമില്ല. ഇത് മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ ഒരു ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തത്തിന് എന്ന് നമ്മൾ നിസ്സംശയം പറയാം. കാരണം ഒരു വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ഫൈനലിലേക്ക് ഇന്ത്യ മാർച്ച് ചെയ്തിരിക്കുന്നു. അതൊരു വെറും വിജയമല്ല, 338 എന്ന ഹിമാലയൻ സ്കോറിനെ മറികടന്ന് ഒരുപക്ഷെ ഈ ലോകകപ്പിലെ ഇന്ത്യയുടെ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ അസാധ്യം എന്ന് ഒരുപക്ഷെ ഏത് വിദഗ്ധരും വിധിയെഴുതിയിരുന്ന ഒരു മത്സരമാണ് ജമീമ റോഡ്രിഗസിന്റെ ഒറ്റയാൾ പോരാട്ടത്തിന്റെ കരുത്തിൽ ഇന്ത്യ മറികടന്നിരിക്കുന്നത്. വളരെ വികാരപരമായാണ് ആ പെൺകുട്ടി ഇപ്പോൾ സംസാരിച്ചത്. സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ ഇത്രയും മനോഹരമായ ഒരു ഇന്നിങ്സ്, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പര്യാപ്തമായ ഒരു ഇന്നിങ്സ് കളിച്ചു. അവരുടെ അപരാജിത സെഞ്ചുറിയുടെ മികവിൽ ഇന്ത്യ വനിതാ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഏതായാലും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നിമിഷം, അതായത് പിന്തുടരുന്ന ഏറ്റവും വലിയ ഒരു വിജയലക്ഷ്യം എന്ന റെക്കോർഡ് കൂടി സ്വന്തമാക്കിയാണ് ഇന്ത്യ ഈ പോരാട്ടം വിജയിച്ചിരിക്കുന്നത്. ലോക വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ശക്തികളായ അപാരമായ ഫോമിൽ നിൽക്കുന്ന ഓസ്ട്രേലിയയെ, അതും 338 എന്ന് ഏറെക്കുറെ അസാധ്യമെന്ന് ഏവരും വിലയിരുത്തിയ ഒരു ടോട്ടലിൽ മറികടന്നുകൊണ്ട് ഇന്ത്യൻ പെൺകുട്ടികൾ ചരിത്രം രചിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. 12 ഫോറുകൾ ഉൾപ്പെടെ 127 റൺസ് ജമീമ. ഒപ്പം ഇന്ത്യൻ ക്യാപ്റ്റൻ ഒപ്പം തന്നെ നിന്നു. ഹർമൻപ്രീത് കൗർ 88 പന്തിൽ 89 റൺസ്. അങ്ങനെ ഒരു ഒന്നിച്ചു നിന്ന് അതിമനോഹരമായ ഒരു ഇന്നിങ്സ് കളിക്കുക എന്ന് മാത്രമല്ല, ഓസ്ട്രേലിയ പോലെ നിലവിലെ ചാമ്പ്യന്മാരെ ഇത്ര വലിയൊരു സ്കോറിന് പിന്തുടർന്നെത്തി ജയിച്ചു എന്ന് പറയുമ്പോൾ ഫൈനലിൽ ആ ആധികാരികത ഇന്ത്യക്ക് വലിയ കരുത്തു പകരുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ ലല്ലു? തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ് ശ്രീക, ഈ മത്സരം എക്കാലവും അറിയപ്പെടാൻ പോകുന്നത് ജമീമ റോഡ്രിഗസ് എന്ന പെൺകരുത്തിന്റെ പേരിലായിരിക്കും. കാരണം ഇത് ഏതാണ്ട് 40 ഓവറൊക്കെ പിന്നിടുമ്പോഴും വിജയം ഏറെക്കുറെ ദൂരെയാണ് എന്ന് തന്നെയാണ് ഇവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ആ സെഞ്ചുറി നേടിയിട്ടും ആ സെഞ്ചുറി നേട്ടം പോലും ആഘോഷിക്കാതെ അവസാന നിമിഷം വരെ ടീമിനെ വിജയത്തിൽ എത്തിക്കാനുള്ള അവരുടെ ഒരു സ്പിരിറ്റ്, അവർ കാണിച്ച ഒരു ക്ഷമയും കാഴ്ച. കാരണം ജമീമ ഈ വേൾഡ് കപ്പിൽ തന്നെ ടീമിൽ വന്നും പോയും ഒക്കെ നിന്ന ഒരു കളിക്കാരിയാണ്. പക്ഷേ അവസരത്തിനകത്ത് അല്ലെങ്കിൽ അവരുടേതായ ഒരു മൊമെന്റിൽ അവർക്ക് ഉയരാൻ കഴിഞ്ഞു. അതും സ്വന്തം നാട്ടിൽ സ്വന്തം കാണികളുടെ മുന്നിൽ വെച്ച് അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ഇന്നിങ്സ് എന്ന് വിശേഷിപ്പിക്കാൻ തരത്തിലുള്ള ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ സ്കോർ 338 എന്ന ഒരു പടുകൂട്ടൻ സ്കോർ മറികടക്കാൻ ഇന്ത്യൻ വനിതകൾക്കാകുമോ എന്ന ചോദ്യമാണ് ഉയർന്നത്. ആ ചോദ്യങ്ങളെല്ലാം അപ്രസക്തമാക്കി ഒന്നാം തരം പ്രകടനത്തിലൂടെ ഒരു ടീം മാച്ച്, ഇതിനകത്ത് നിർണായകമായത് ഓസ്ട്രേലിയൻ വനിതകൾ കൈവിട്ട ഒരു 2-3 ക്യാച്ചുകൾ, ജമീമയുടെ ഉൾപ്പെടെ 2-3 ക്യാച്ചുകൾ അവർ ഡ്രോപ്പ് ചെയ്തു. അത് ഈ മത്സരത്തിൽ നിർണായകമായി. പക്ഷെ അതൊന്നും ജമീമയുടെയോ നമ്മുടെ വനിതകളുടെയോ ഇന്നത്തെ മത്സരത്തിന് അവർ കാഴ്ചവെച്ച പോരാട്ട വീര്യത്തിന്റെ മാറ്റം കുറയ്ക്കുന്നില്ല. അവിശ്വസനീയതയോടെ തലയിൽ കൈവച്ച് നിൽക്കുന്ന ഓസ്ട്രേലിയൻ വനിതകളുടെ ചിത്രം മാത്രം മതി ഈ മത്സരം എത്രത്തോളം ഗംഭീരമായി ഇന്ത്യ നേടിയെടുത്തു എന്ന് കാണാൻ. ഇനി ദക്ഷിണാഫ്രിക്കയാണ് ഫൈനലിൽ നേരിടാനുള്ളത്. ഓസ്ട്രേലിയ പരാജയമറിയാതെ വന്ന ഓസ്ട്രേലിയയാണ് ഇങ്ങനൊരു കൂറ്റൻ സ്കോറിനെ പിന്തുടർന്ന് തോൽപ്പിച്ചത്. അപ്പോൾ നമുക്ക് ആത്മവിശ്വാസം കൂടുതലുണ്ട്. ഇനി ദക്ഷിണാഫ്രിക്കയെ നേരിടുമ്പോൾ എങ്ങനെയൊക്കെ ആകും ലല്ലു സാധ്യതകൾ? ലീഗ് ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്ക നമ്മളെ തോൽപ്പിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കെ തന്നെയാണ് ഫൈനലിൽ വീണ്ടും നേരിടാൻ പോകുന്നത്. തീർച്ചയായും ശ്രീജ, ഇതൊരു വെറും വിജയമല്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ 338 എന്ന പടുകൂട്ടൻ സ്കോർ, അതും ഓസ്ട്രേലിയ പോലെ ഈ ടൂർണമെന്റിൽ മാത്രമല്ല വനിതാ ക്രിക്കറ്റിൽ ശക്തമായ മേധാവിത്വം പുലർത്തുന്ന
നമുക്ക് അറിയാം ഈ വനിതാ ക്രിക്കറ്റ് സജീവമായ കാലം മുതൽ തന്നെ വളരെ കരുത്തരാണ് ഓസ്ട്രേലിയ. ആ ഒരു ടീമിനെ അവര് ഉയർത്തിയ ഒരു വിജയലക്ഷ്യം ഈ സമ്മർദ്ദങ്ങളെല്ലാം അതിജീവിച്ച് പിന്തുടർന്ന് ജയിക്കുക എന്നത് ഒരു നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഫൈനലിലേക്ക് എത്തുമ്പോൾ ഇന്ത്യൻ വനിതകൾക്കുണ്ടാകുന്ന ആത്മവിശ്വാസത്തിന് അതിരുകൾ ഉണ്ടാവില്ല എന്നുറപ്പാണ്. പ്രത്യേകിച്ച് കളി നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. നമ്മുടെ കാണികളുടെ അകമൊഴിഞ്ഞ പിന്തുണ അവർക്കുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ലീഗ് ഘട്ടത്തിൽ സൗത്ത് ആഫ്രിക്കയോട് തോറ്റ ഒരു ടീമായിരിക്കില്ല ഫൈനലിൽ അവർ നേടാൻ പോകുന്നത് ഉറപ്പാണ്. കാരണം ഇന്നത്തെ പ്രകടനം തന്നെയാണ് അതിന് നമുക്ക് പറയാൻ കഴിയുക. ലീഗ് ഘട്ടത്തിൽ ഓസ്ട്രേലിയയോട് തോറ്റ ഇന്ത്യയല്ല, കെട്ടിലും മട്ടിലും ശരീരഭാഷയിലും പ്രകടനത്തിലുമെല്ലാം ഓസ്ട്രേലിയയെ നിഷ്കരണം തോൽപ്പിച്ച, ഓസ്ട്രേലിയയെ പിന്തുടർന്ന് ഗംഭീരമായി തോൽപ്പിച്ച നമ്മുടെ കുട്ടികളാണ്. അകമൊഴിഞ്ഞ പിന്തുണ, കാണികളുടെ പിന്തുണയും കൂടി ഉണ്ടെങ്കിൽ ഈ പ്രകടനം ആവർത്തിക്കാൻ കഴിഞ്ഞാൽ ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയൊന്നും ഒരു പ്രശ്നമല്ലാതായി മാറും. വനിതാ ലോകകപ്പ് കിരീടം നമ്മുടെ കൈകളിലേക്ക് എത്തും. ശരി ലല്ലു, അഭിമാനത്തിന്റെ നിമിഷമാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ്. ഇന്ത്യയെ സംബന്ധിച്ച് ശ്രദ്ധ എപ്പോഴും പോവുക മെൻസ് ലോകകപ്പിലേക്കും അല്ലെങ്കിൽ 2020 ഒക്കെ ആണെങ്കിൽ ഇതാ ഒരു കൂട്ടം പെൺകുട്ടികൾ തങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിനെ ലോകത്തിന്റെ നെറുകയിലേക്ക് വീണ്ടും നയിക്കുകയാണ്. അസാധ്യം, അവിശ്വസനീയം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു മികച്ച പ്രകടനത്തിലൂടെ 338 എന്ന നിലവിലെ ചാമ്പ്യന്മാരുടെ കൂറ്റൻ സ്കോറിനെ പിന്തുടർന്ന് ജയിച്ച് ആധികാരിക വിജയവുമായി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ പുലിക്കുട്ടികൾ. ദക്ഷിണാഫ്രിക്കയാണ് അവർ ഫൈനലിൽ നേരിടുന്നത്. ഇതാദ്യമായി ഫൈനലിലെത്തുകയാണ് ഇന്ത്യ. DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നാടിന്റെ മുഴുവൻ പിന്തുണയോടെ ഇന്ത്യൻ പെൺകുട്ടികൾ ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുകയാണ് ഏറ്റവും ആധികാരികമായ ആ ജയത്തോടെ.